This is Soumya from Finance and Commerce. Welcome to my channel and please subscribe. Hi all, welcome you all to the Financial Management lecture series. Today we are discussing about capital budgeting techniques. The next capital budgeting technique, techniques under uncertainty. Under uncertainty, decision maker does not know exactly what the outcome will be, but it is possible to assign probability to the possible outcomes. Under uncertainty, we are discussing about coefficient of variation, risk-adjusted discount rate, certainty equivalent coefficient, sensitivity analysis, scenario analysis, and simulation analysis. The first one is coefficient of variation. If the proposed project involves different expected value, coefficient of variation technique is most appropriate. Coefficient of variation can be calculated. Standard deviation is also a risk factor. Standard deviation divided by expected value or expected net present value. This is the formula for calculating coefficient of variation. ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഫേമിൽ രണ്ട് പ്രൊജക്റ്റാണ് ഉള്ളത്. രണ്ട് പ്രൊജക്റ്റിൻ്റെയും എക്സ്പെക്റ്റഡ് എൻ പി വിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് തന്നിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഒരു മെഷറായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോജക്റ്റ് വൈ എന്ന് പറയുന്നതാണ് കൂടുതൽ റിസ്ക് എന്ന് നമ്മൾ പറയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ. ബിക്കോസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുന്തോറും റിസ്ക് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ആണ് കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വൈ കൂടുതൽ റിസ്ക് ആണെന്ന് പറഞ്ഞത്. പക്ഷേ വൈ നോക്കുമ്പോൾ എക്സ്പെക്റ്റഡ് എൻ പി വി വൈയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതും കുറച്ചൊന്നുമല്ല, ഒരുപാട് എക്സിനേക്കാൾ കൂടുതൽ എക്സ്പെക്റ്റഡ് എൻ പി വി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് വൈ റിസ്ക് ആണെന്ന് പറയുമ്പോൾ പോലും എക്സ്പെക്റ്റഡ് എൻ പി വി വൈയിൽ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുക. അപ്പോഴാണ് അവർ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് രണ്ട് പ്രൊജക്റ്റിൻ്റെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം. അപ്പോൾ ആദ്യം എക്സിൻ്റെ നമുക്ക് കാണാം. കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് എൻ പി വി ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1,80,000 ഡിവൈഡഡ് ബൈ 2,44,000 ആണ്. അതിന് പെർസെൻറ്റേജ് ആക്കാം. അതുപോലെ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഓഫ് പ്രോജക്റ്റ് വൈ കാണുമ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 4,50,000 ഇൻറ്റു 100. ഇപ്പം നമ്മൾ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് നമ്മൾ രണ്ട് പ്രൊജക്റ്റിൻ്റെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാവുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഓഫ് വൈ എന്നാണ് പറയുന്നത്. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് അനുസരിച്ചിട്ട് എക്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് കൂടുതൽ റിസ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് പറയുന്നത്. പക്ഷേ നമുക്ക് കൂടുതലും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ആണ്. ബിക്കോസ് അവിടെ ക്യാഷ് ഇൻഫ്ലോയുടെ സൈസ് കൂടി പരിഗണിക്കുന്നത് കൊണ്ട് കോയഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഈസ് മോർ അപ്രോപ്രിയേറ്റ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ഫോർ ഡിസിഷൻ മേക്കിംഗ്, coefficient of variation can be considered as higher the coefficient of variation, riskier the project. The next technique under uncertainty is risk adjusted discount rate. Discount rate must be adjusted with risk because risk and return both are positively correlated. Risk adjusted discount rate can be calculated as risk-free rate plus premium for risk or risk premium. This is a formula for calculating risk-adjusted discount rate. Risk-free rate plus premium for risk. This is actually the cost of capital. So, cost of capital plus risk premium, or risk-free rate plus premium for risk. This is the formula for calculating risk-adjusted discount rate. നമുക്ക് എക്സാമ്പിൾ കാണാം. ഇവിടെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4 lakh ആണ് ആൻഡ് 5 yearsലേക്കുള്ള ക്യാഷ് ഇൻഫ്ലോസ് പറഞ്ഞിട്ടുണ്ട്.
ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 9%, പ്രീമിയം ഫോർ റിസ്ക് എന്ന് പറയുന്നത് 6%. അങ്ങനെ വരുമ്പോൾ നമുക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റിസ്ക് ഫ്രീ റേറ്റ്, ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് റേറ്റ് പ്ലസ് പ്രീമിയം ഫോർ റിസ്ക് 6%. ഇങ്ങനെ വരുമ്പോൾ 15% എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ RADRലാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ PVF അറ്റ് 15% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 15% ഡിസ്കൗണ്ട് റേറ്റിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് കുറച്ചാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും. 4 lakh ആണ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നമ്മുടെ NPV എന്ന് പറയുന്നത് 95,528 എന്ന് പറയുന്നതാണ്. ഇവിടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് സാധാരണ ഡിസ്കൗണ്ട് റേറ്റിലല്ല, പകരം റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിലാണ്. അതുകൊണ്ടാണിത് അൺസർട്ടനിറ്റി പറയുന്ന കണ്ടീഷനിൽ സ്വീകരിക്കുന്ന ഒരു ടെക്നിക്കായിട്ട് വന്നിരിക്കുന്നത്. In risk-adjusted discount rate method, both NPV and IRR can be used for evaluation. If NPV is used, when NPV using RADR is greater than 0, that is positive, project can be accepted, otherwise rejected. If IRR is used for evaluation and when IRR is greater than risk-adjusted discount rate, that project can be accepted, otherwise not. The next method is certainty equivalent coefficient. Under this method, the decision maker first analyze the risk of cash flows and then decide certain cash flows. Certainty equivalent coefficient can be calculated riskless cash flows divided by risky cash flows. That is, certainty equivalent coefficient is the ratio between riskless cash flows and risky cash flows. Certainty equivalent coefficient can be used either with NPV or IRR. If it is used with NPV and NPV of certainty equivalent cash flows is greater than 0, that is positive, such project can be accepted. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 21 lakh ആണ്. റിസ്ക് ഫ്രീ റേറ്റ് 11%, ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ്. ആൻഡ് 4 വർഷത്തെ ക്യാഷ് ഫ്ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് റിസ്ക് ലെസ് ക്യാഷ് ഫ്ലോസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റിസ്ക് ലെസ് ക്യാഷ് ഫ്ലോസ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ റിസ്ക് ലെസ് ക്യാഷ് ഫ്ലോസ് 4 വർഷത്തേക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഈ റിസ്ക് ലെസ് ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമുക്ക് NPV കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ റിസ്ക് ലെസ് ക്യാഷ് ഫ്ലോസിനെ 10% ഡിസ്കൗണ്ട് റേറ്റിൽ വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിച്ചു. ഇനി അതിൽ നിന്ന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് കുറയ്ക്കാം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് നമുക്ക് തന്നിരിക്കുന്നത് 21 lakh ആണ്. അപ്പോൾ നമ്മുടെ NPV എന്ന് പറയുന്നത് 1,27,568 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ NPV പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. വെൻ സെർട്ടിനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് ഈസ് യൂസ്ഡ് വിത്ത് IRR and IRR is greater than risk free rate, that project can be accepted or otherwise rejected. അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ IRR വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടു 10% ഡിസ്കൗണ്ട് റേറ്റ് വരുമ്പോൾ NPV എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ IRR 10%-നേക്കാളും ഹയർ ആണ്. ഇപ്പോൾ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഒരു 15% എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ 15% വെച്ചിട്ട് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 19,92,247 ആണ്. അതിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് നമുക്ക് കുറച്ചപ്പോൾ നെഗറ്റീവ് NPV ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് NPV ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 15%-നേക്കാളും താഴ്ന്ന ഒരു റേറ്റ് ആയിരിക്കും നമ്മുടെ IRR എന്ന് പറയുന്നത്. അപ്പോൾ IRR വിൽ ബി ബിറ്റ്വീൻ 10% ആൻഡ് 15%.
ഇനി നമുക്ക് IRR എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് IRR കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് IRR കണ്ടുപിടിച്ചു. IRR 12.71 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ IRR 12.71ഉം റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 11% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? IRR ഈസ് ഗ്രേറ്റർ ദാൻ റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ NPV വെച്ച് നോക്കുകയാണെങ്കിലും IRR വെച്ച് നോക്കുകയാണെങ്കിലും ഈ പ്രൊജക്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. Let us discuss more about capital budgeting techniques in the next video. Thank you. So, hope you like this video, and if you do, please subscribe and turn on notification by hitting that bell icon. Thanks a lot for watching. See you. Take care.